നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെയാണല്ലോ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പം നമുക്കത് അറിയത്തില്ലെങ്കിൽ, ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ, അതേപ്പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും പരിപാടിയുള്ളൂ. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ചാറ്റ് ജി പി ടി എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ചാറ്റ് ജി പി ടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടിയുടെ ഒരു ഒഫീഷ്യൽ വെബ് പേജ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയണം. സപ്പോസ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നീണ്ടകര ബീച്ചിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ബീച്ചിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം. അപ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ നീണ്ടകര ഹാർബറിനെ പറ്റിയിട്ടാണ് ഒരു ഇൻഫർമേഷൻ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ് ഇത് നീണ്ടകര ഹാർബറിൽ. അപ്പോൾ നീണ്ടകരയെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എനിക്കതിപ്പോൾ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് മലയാളം കൂടെ ടൈപ്പ് ചെയ്യും. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീണ്ടകരയെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും. നീണ്ടകര അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും എവിടെയാണ് ഉള്ളതെന്നും അങ്ങനെയുള്ള പ്രത്യേകിച്ചും അവിടെ കിട്ടുന്ന മീൻ എന്താണെന്ന് വരെ ഉള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ കൂടെ വേണം. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് എന്തൊക്കെയാണ്, മീനുകളോടൊക്കെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ചൂര, മത്തി, അയല, നെയ്മീൻ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെയാണ് കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിയണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പം എല്ലാവർക്കും ചോദിക്കാം, പിന്നെ ഇത് ചാറ്റ് ജി പി ടി ഉണ്ടെങ്കിൽ പിന്നെ ഗൂഗിളിൻ്റെ ആവശ്യം എന്താണെന്നല്ലേ. അപ്പം ചാറ്റ് ജി പി ടിയും ഗൂഗിളും കൂടെ വർക്ക് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് നമുക്ക് ഈ ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അതൊരു ടോപ്പിക്കാണ്. ഇനി ഒരു അടുത്ത വീഡിയോയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നും അതെങ്ങനെയാണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ തരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാണെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, കുറച്ചും കൂടെ ഇൻഫർമേഷൻ കിട്ടും. നോട്ട് അക്യൂറേറ്റ്, കുറച്ചും കൂടെ വലിയ ഇൻഫർമേഷൻസ് കിട്ടും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു ആപ്പും കൂടെ അവൈലബിൾ ആണ്. ആ ആപ്പും കൂടെ ഇൻസ്റ്റാൾ ഞാൻ ഓൾറെഡി നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഇത് ഇപ്പോൾ ഞാനിത് വെബിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ചെയ്യും. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത്. ഇതിപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടിയുടെ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ചാറ്റ് ജി പി ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പം ഞാൻ ചാറ്റ് ജി പി ടിയുടെ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അവൈലബിൾ ഉണ്ട്. കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ളത് ചാറ്റ് ജി പി ടി ആണ്. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഉപയോഗിക്കാനുള്ളത് ചാറ്റ് ജി പി ടി ആണ്. ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആപ്പിനകത്തോട്ട് പോകും. ഓക്കെ, അപ്പം ഇതൊരു ഇൻഫർമേഷനാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക.